നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാൽ സർ, എന്താ പാർവതി? ഞാനൊരു കാര്യം പറഞ്ഞ സാറിന് വിഷമം തോന്നരുത്. എന്താ പതിവില്ലാത്തൊരു ആമുഖം? ഞാൻ പറയുന്ന കാര്യം ചിലപ്പോ സാറിനെ വിഷമിപ്പിക്കും, അതുകൊണ്ടാ. പാർവതി കാര്യം പറ. ജാസ്മിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നതിന് മുമ്പ് സാർ എന്നോടൊരു വാക്ക് ചോദിക്കണമായിരുന്നു. പാർവതി എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ ജാസ്മിനെ കൂട്ടിക്കൊണ്ടു വന്നത് തെറ്റായി പോയെന്നാണോ പാർവതി പറയുന്നത്? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പിന്നെ പിന്നെ നീ എന്താ ഉദ്ദേശിച്ചത്? പാർവതി പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ജാസ്മിനെ കൂട്ടിക്കൊണ്ടു വന്നത് തെറ്റായി പോയെന്നാ എനിക്ക് തോന്നിയത്. അയ്യോ, സാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവാ. ഞാൻ സാറിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല അങ്ങനെ പറഞ്ഞത്. പിന്നെന്താ പാർവതിയുടെ മനസ്സില്? അത് വ്യക്തമായി പറയൂ. അല്ല, ജാസ്മിൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് സാറിന് അറിയാലോ. അതുകൊണ്ട് ജാസ്മിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത വേണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുമായിരുന്നു. ജാസ്മിൻ കാരണം അവളുമായി ഒരു വിവാഹത്തിന്റെ ഘട്ടം വരെ സാറിന് പോകേണ്ടി വന്നു. അതൊന്നും മറക്കരുതെന്ന് ഞാൻ പറയുകയായിരുന്നു. അതൊക്കെ ഞാൻ മറക്കുവോ പാർവതി? ജാസ്മിനെ വിവാഹം കഴിച്ചേ മതിയാവുന്ന സിറ്റുവേഷനിൽ ഞാൻ അനുഭവിച്ച പ്രയാസം അതെനിക്ക് മാത്രമേ അറിയൂ. നരകത്തിൽ അകപ്പെട്ടതുപോലെയായിരുന്നു ഞാൻ അവിടെ നിന്ന് ഒരുങ്ങിയത്. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുതെന്ന പ്രാർത്ഥനയിലായിരുന്നു ഞാൻ. ഞാൻ അതൊക്കെ മറക്കും. ജാസ്മിൻ ഇനി ഈ വീട്ടിൽ തുടർന്നോ അവള് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്ന് സാറ് കരുതുന്നുണ്ടോ? പാർവതി, ഞാനിപ്പോ ചെയ്തത് മനുഷ്യത്വപരമായ ഒരു പ്രവൃത്തിയാണ്. ജാസ്മിനല്ല, ജാസ്മിന്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഞാൻ ഇതൊക്കെ തന്നെയാവും ചെയ്യുക. ജാസ്മിനെ ജാസ്മിന്റെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവളുടെ ആരോഗ്യം വളരെ മോശം. ഡോക്ടർ അതെന്നോട് പറഞ്ഞത്. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ജാസ്മിനെ ഞാൻ എന്ത് ചെയ്യണം? അവളെ തനിച്ച ആശുപത്രിയിൽ ഉപേക്ഷിച്ച് വരാൻ പറ്റുമോ? എനിക്കതിന് സാധിക്കുമായിരുന്നില്ല. അതിന് മനസ്സനുവദിക്കാത്തതുകൊണ്ട് ഞാൻ ജാസ്മിനെയും കൂട്ടി ഇങ്ങോട്ട് പോകുന്നത്. സത്യത്തിൽ ജാസ്മിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ തന്റെ അഭിപ്രായം ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നീട് ഞാൻ കരുതി എന്നെക്കാളും മനസ്സരിവുള്ള ആളാണ് താനെന്ന്. ജാസ്മിനും താനും തമ്മിൽ വിരോധമുണ്ടെങ്കിലും ജാസ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജാസ്മിനെ കാണുമ്പോൾ, അവളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുമ്പോൾ തന്റെ ഉള്ളലിയോന്ന് എനിക്കറിയാമായിരുന്നു. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ, ഒരു പരിധിവരെ ശരിയാണ്. ഈ സ്ഥിതിയിൽ വിശാൽ സാർ അവളെ ഉപേക്ഷിച്ച് പോരാത്തത് തന്നെയാണ് ശരി. എങ്കിലും അവളെ സൂക്ഷിക്കണം സാർ. ആരെങ്കിലും അവളെ ശുശ്രൂഷിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ചെയ്യാം. പക്ഷേ അത് ഇവിടെ ഈ വീട്ടിൽ വെച്ച് പറ്റില്ല. പിന്നെ പിന്നെ എവിടെ വെച്ച്? നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് അവളെ ശുശ്രൂഷിക്കാം. ഞാൻ അവളുടെ കൂടെ തന്നെ നിൽക്കാം. അവൾ അമേരിക്കയിലേക്ക് തിരികെ പോകും വരെ അവൾക്കൊപ്പം എല്ലായ്പ്പോഴും ഞാനുണ്ടാവും. അതെ, അതാണ് പാർവതിയുടെ തീരുമാനമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞാൻ ഈ വിവരെ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് വരാം. ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യം. എന്റെ പൊന്നു ജാസ്മിൻ, ഞാൻ മനഃപൂർവ്വമാണ് നിന്നെ വിളിക്കാതിരുന്നത്. കല്യാണ മണ്ഡപത്തിൽ സംഭവിച്ചതൊക്കെ നിനക്കറിയാലോ. പല്ലവി എന്റെ മോനെ വിരട്ടിയിട്ട് അവനെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിച്ചു. അതിനുശേഷം ഇവിടെ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു.
ശരിക്കും തലവേദന ഒഴിഞ്ഞ് ഒരു നേരം പോലും ഇല്ലായിരുന്നു. അങ്ങനെ ആ ബഹളത്തിനിടയിലാണ് ഞാൻ മോളെ വിളിക്കാനും വിഷയങ്ങൾ തിരക്കാനും മറന്നുപോയത്. ഇവിടുത്തെ പൊല്ലാപ്പൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ എന്നിട്ട് വിളിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. വിളിക്കണമെന്നും സംസാരിക്കണമെന്നും ഉള്ളവർക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കായിരുന്നു. മോളെ പറ്റിപ്പോയി. ഇനി നീ അതിൽ പിടിച്ച് കയറാതെ. എന്റെ ഭാഗത്തു നിന്ന് നിനക്ക് എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ആന്റി നിന്നോട് മാപ്പ് ചോദിക്കുന്നു. സോറി മോളെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ആന്റിക്ക് ജാസ്മിന്റെ സ്വഭാവം അറിയാലോ. ഒന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന സ്വഭാവം എനിക്കില്ല. അതാ ഞാനെല്ലാം തുറന്നു പറഞ്ഞത്. എനിക്കത് മനസ്സിലാവും ജാസ്മിൻ. എനിക്ക് നീ പറഞ്ഞതില് ഒരു പരിഭവവും ഇല്ല. നീ കയ്യിലെ ഞരമ്പ് മുറിച്ചത് മഹാ അബദ്ധമായി പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ഡാഡിയും കൂടെ ഇറക്കി വിട്ട സ്ഥിതിക്ക് എങ്ങോട്ട് പോണം? മുന്നിൽ ഒരു വഴിയും കണ്ടില്ല ഞാൻ. അപ്പോഴാ സ്വയം ജീവൻ ഒടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. മോളെ, ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. അച്ഛൻ അവിടുന്ന് ഇറക്കി വിട്ടപ്പോ മോള് നേരെ ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. അതെ, അത് തന്നെയാ ഞാനും അവളോട് പറഞ്ഞത്. നാണം കെട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോയ ഞാൻ എങ്ങനെ വീണ്ടും ഇവിടേക്ക് വന്ന് കേറും? അതായിരുന്നു എന്റെ മനസ്സിലെ ചിന്ത. എടി, അതൊന്നും ഇവിടെ വിഷയമല്ല. കല്യാണം മുടങ്ങിയതിന്റെ പേരിൽ ആരാ നിന്നെ ഇവിടെ കളിയാക്കുന്നേ? ആരും കളിയാക്കില്ല. അതെ, സുശീല പറഞ്ഞതുപോലെ ചിന്തിക്കൂ ജാസ്മിൻ. നിന്റെ മനസ്സിലെ ഡിപ്രഷനൊക്കെ മാറ്റിവെച്ചിട്ട് നീ പഴയതുപോലെ ഒന്ന് ആക്റ്റീവ് ആകുമോളെ. ദേ, ഞങ്ങളൊക്കെ കൂടെയില്ലേ? മാത്രവുമല്ല, ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ദേ, ഇനി ഈ വീട്ടിൽ നിന്ന് നീ എവിടേക്കും പോണ്ട. ഞാനാ പറയുന്നത്. നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം നിനക്ക് ഈ വീട്ടിൽ താമസിക്കാം. ആന്റി ഇത് പറയുന്നു. പാർവതി ഇപ്പോഴേ എന്നെ ഇവിടുന്ന് എങ്ങനെ പുറത്താക്കാം എന്നായിരിക്കും ചിന്തിക്കുന്നത്. അവൾ അങ്ങനെ ചിന്തിച്ചോട്ടെ. പക്ഷേ അവള് മനസ്സിൽ കാണുമ്പോ നമ്മൾ മാനത്ത് കാണും. അവൾ എന്നെ ഇവിടുന്ന് പുറത്താക്കുന്നതിന് മുൻപ് അവളെ എങ്ങനെ ഇവിടുന്ന് പുറത്താക്കാമെന്ന് നമുക്ക് ചിന്തിക്കാം. അതിനൊരു പ്ലാൻ നമുക്കൊരുക്കാം. അതെ, അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കണം. ജാസ്മിനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനും മാത്രം അവൾ ആരാണെന്ന് അറിയണല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.